പോലീസിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത തമ്പാനൂർ പോലീസ്. നേമം സ്വദേശി ദീപുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. നെയ്യാറ്റിൻകര സ്വദേശിയായ യുവാവിൽ നിന്നും 90,000 രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് അറസ്റ്റ്. തമ്പാനൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. അശ്വിൻ ഡിയേഗോ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, സ്വയം പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞായിരുന്നു ഈ കബളിപ്പിക്കൽ, അല്ലേ? അതെ, തീർച്ചയായും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സംഭവത്തിന്റെ തുടക്കം എന്നുള്ളതാണ്. ഈ നെയ്യാറ്റിൻകര സ്വദേശിയായ യുവാവിനിൽ നിന്നാണ് ഏതാണ്ട് 1 ലക്ഷം രൂപയോളമാണ് ഈ നേമം സ്വദേശിയായ ദീപു തട്ടിയെടുത്തത്. ഇതിന്റെ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഈ ദീപു ഈ യുവാവിനോട് പറഞ്ഞിരുന്നത് താൻ നെയ്യാറ്റിൻകര ഈ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനാണ് താൻ എന്നുള്ളതായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഈ ജോലിയിൽ നിന്ന് താൻ ഉടനെ രാജിവെക്കും. അപ്പോൾ ഈ രാജിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒടുവിലേക്ക് ഈ നെയ്യാറ്റിൻകര സ്വദേശിക്ക് ജോലി നൽകിത്തരാം അല്ലെങ്കിൽ വാങ്ങിത്തരാം എന്നൊരു വാഗ്ദാനമായിരുന്നു ഇയാൾ നൽകിയിരുന്നത്. തുടർന്ന് ഈ യുവാവ് ഏതാണ്ട് 1 ലക്ഷം രൂപ 90,000 രൂപ വരെ ഈ യുവാവിന് ഈ പ്രതിക്ക് കൈമാറിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ഇയാളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ വന്നതോടുകൂടിയാണ് താൻ പറ്റിക്കപ്പെട്ട ഒരു വിവരം ഈ യുവാവ് മനസ്സിലാക്കുന്നതും തുടർന്ന് തമ്പാനൂർ സ്റ്റേഷനിലേക്ക് എത്തി അറിയിക്കുകയും ചെയ്തത്. അന്നു മുതൽ തന്നെ ഇയാളെ തമ്പാനൂർ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. തുടർന്ന് ഇന്നലെയാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ സമാന രീതിയിൽ മറ്റാരെങ്കിലും ഇത്തരത്തിൽ പറ്റിപ്പ് ഇരയാക്കിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. നിലവിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളൂ എങ്കിൽ പോലും സമാന രീതിയിൽ ഇയാളെ നിരവധി പേര് പറ്റിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. വിശദമായി തന്നെ ആ ഒരു ഘട്ടത്തിലേക്ക് കൂടി അന്വേഷണം മാറ്റാനുള്ള തീരുമാനത്തിലാണ് തമ്പാനൂർ പോലീസ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അശ്വതി. ഓക്കെ, അശ്വിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വയം പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞായിരുന്നു പോലീസ് സേനയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ഇനി